Dear distinguished guests, respected my executive committee members, trustee board and all Malayali friends in Houston. I am Kudasiri Jimmy. I am the trust body chairperson of trustee board. As you all know, we the Malayalis celebrate Onam every year. Let's have a wonderful celebration today. Let me talk in Malayalam, our mother tongue, with everybody's permission. Thank you. നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിൽ നിന്നും 1978 അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറിയ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. ലോകത്തെ എവിടെ നോക്കിയാലും ഈ കുടിയേറ്റ സംസ്കാരം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ കുടിയേറുന്നവർ തനത് സംസ്കാരം, ഭാഷ, ഭക്ഷണ ജീവിത രീതികൾ, വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ തുടങ്ങിയവ എല്ലാം കൂടെ കൊണ്ടുവന്ന് കുടിയേറ്റ ഭൂമിയിലേക്ക് പറിച്ചു നടുന്നത് തികച്ചും സ്വാഭാവികമാണ്. അതിനുള്ള അവകാശവും നമുക്ക് ഏവർക്കുമുണ്ട്. ഭാരതത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരിൽ മലയാളികൾ മാത്രം തങ്ങളുടെ കുടിയേറ്റ ഭൂമിയിലേക്ക് പറിച്ചു നട്ട ഒരു വാർഷിക ആഘോഷമാണ് ഓണം. ചുരുക്കി പറഞ്ഞാൽ തിരുവോണം. എൻ്റെ ജന്മനാളും തിരുവോണം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരുവോണം എടുത്തു പറഞ്ഞത്. ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു എന്നതും ഓണത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കേവലം ഒരു ദിവസത്തെ ആഘോഷത്തിൽ ഒതുങ്ങാതെ വിവിധ മലയാളി സംരംഭങ്ങളിലൂടെ ആഘോഷത്തിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വാർഷിക ആഘോഷം കൂടിയാണ് ഈ മഹാസംഗമം, അതായത് തിരുവോണം. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്ന മാവേലി മന്നൻ്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടി നാം ആഘോഷിക്കുന്ന ഓണം ലോകമെമ്പാടുമുള്ള മലയാളി അസോസിയേഷനുകൾക്ക് തിലകക്കുറിയാർത്തുന്നു. ഇത്തരം ആഘോഷങ്ങൾ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം. സോ നെക്സ്റ്റ് ജനറേഷൻ ലെറ്റ് us encourage them to celebrate this Onam every year and their culture. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിഥികളായി എത്തിയ കുടിയേറ്റക്കാരുടെ ആഘോഷങ്ങൾ അതാത് രാജ്യങ്ങളിലെ ആതിഥേയർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കുക എന്നത് കുടിയേറ്റക്കാരായ നമ്മളുടെ ഏവരുടെയും കടമയുമാണ്. Recently, പുതിയ incidents happened in European countries, Ireland, etc. അതിനായി പൊതു നിരത്തുകളിലെയും മറ്റ് പൊതു സ്ഥലങ്ങളിലെയും ആഘോഷങ്ങൾ നാം കഴിവതും ഒഴിവാക്കുക. ഓണം മാത്രമല്ല, നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും നമ്മുടെ വീടുകളുടെയും സംരംഭങ്ങളുടെയും ഉള്ളിൽ ഒതുക്കുവാൻ നാം ശ്രദ്ധിക്കണം. ആർക്കും ഇതുകൊണ്ട് ഒരു അനവധിത്വം ഉണ്ടാകാതിരിക്കുവാനാണ് ഞാൻ ഇത് പറഞ്ഞത്. പൊതുസ്ഥലത്ത് നമ്മളുടെ പരമ്പരാഗത വസ്ത്രധാരണവും മറ്റു ജീവിത രീതികളും ആതിഥേയരുടെ സംസ്കാരത്തെയോ ജീവിത രീതിയെയോ ഖനിക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാകരുത്. എത്ര കാലം വിദേശ രാജ്യത്ത് ജീവിച്ചാലും നാം എത്തിയത് അതിഥികളായിട്ടായിരുന്നു എന്ന വസ്തുത നാം എപ്പോഴും ഓർക്കുക. One more information about newly purchased lands. Already President explain ചെയ്തു. എങ്കിലും ബിൽഡിംഗ് ചെയർമാൻ ശശിധരൻ നായർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. 2 സെന്റൻസ്. ലാൻഡ് അക്വയർ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഈ മാസം തന്നെ കിട്ടിയിട്ടുണ്ട്. 1.5 ഏക്കർ സ്ഥലം. എത്രയും വേഗം സ്ഥലത്തിൻ്റെ ക്ലോസിംഗ് നടത്തുകയും വേണം. പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഫ്രണ്ട് ഡെസ്കിൽ ബൂത്തിൽ റെഡിയാണ്. എല്ലാവരും പോയി ആ പിക്ചറൊക്കെ ഒന്ന് കണ്ട് പറ്റുന്ന പ്രോമിസൊക്കെ കൊടുത്ത് അടുത്ത 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതുപോലൊരു ഹോൾ അവിടെ ഉണ്ടാക്കി നമ്മുടെ ഓണം അവിടെ നടത്തണം
പോസ്റ്റിലുള്ള എല്ലാ മലയാളികളും ഉത്സാഹിച്ചാൽ ചെയ്യാവുന്ന കടമില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. എല്ലാവരും ആ പിക്ചറൊക്കെ ഒന്ന് കാണുക. എല്ലാവർക്കും അനുമോദനങ്ങൾ അറിയിക്കുന്നു. എത്രയും വേഗം എല്ലാ മലയാളികൾക്കും ഒത്തൊരുമയോടെ പരിപാടികൾ നടത്തുവാനുള്ള ഒരു സെന്റർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സമയപരിധി കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ താമസിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലോകരാജ്യങ്ങൾക്കും കുടിയേറ്റം ഒരു ബാധ്യതയായി മാറുന്ന കാര്യം നാം തിരിച്ചറിയണം. ആയതിനാൽ കുടിയേറ്റ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവാതിരിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മളാൽ കഴിഞ്ഞതെല്ലാം ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.